ഒരു ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങളിൽ അയാൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന വിവരമായിരിക്കും. ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് പറയുകയാണ്, തറവാട് ഇവിടെ ഉള്ളത് നായന്മാർക്ക് മാത്രമാണ്. മുസ്ലിങ്ങൾക്ക് തറവാടുണ്ടോ? ഈഴവർക്ക് തറവാടുണ്ടോ? ആശാരിമാർക്ക് തറവാടുണ്ടോ? ഇപ്പൊ പോലീസിനൊരു ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പോലീസ് ചോർത്തി കൊടുക്കുന്ന വാർത്ത പ്രസിദ്ധീകരിക്കുക. നമസ്കാരം. വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. കേരളത്തിലെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലെ ചില ബന്ധങ്ങളുമൊക്കെ അത് ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ അത് എത്രത്തോളം വാസ്തവമാണെന്ന് നമുക്ക് മനസ്സിലാകും. ADGP ആയിരുന്ന MR അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം കിട്ടാൻ ഒരുങ്ങുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നടപടി ഉണ്ടാകുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ MR അജിത് കുമാർ DGP ആയി നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ വിലസ് നടക്കുമായിരുന്നു. ഒരുപാട് വിവാദങ്ങൾ, തെളിവുകളടക്കമുള്ള വിവാദങ്ങൾ അദ്ദേഹത്തിനെതിരെയുണ്ട്. അതിനേക്കാൾ ഉപരി ഞങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളൊരു പേരാണ് S ശ്രീജിത്തിൻ്റേത്. ADGP ആണ്. അദ്ദേഹത്തിന് MR അജിത് കുമാർ ഒഴിവാക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം DGP ആയി വരും എന്നുള്ള ഒരു ആശങ്കയാണ് ഉണ്ടായിരുന്നത്. കാരണം S ശ്രീജിത്തിനെ കുറിച്ച് കൂടുതൽ തുറന്നു പറയാൻ എന്തായാലും ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കാരണം കണ്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒക്കെയാണ് ആ മനുഷ്യൻ എത്രത്തോളം മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് സമൂഹത്തിൽ, മാധ്യമങ്ങളുടെ മുന്നിൽ, പൊതുജനങ്ങളുടെ മുന്നിൽ, ക്ഷേത്രങ്ങളിൽ ഒക്കെ പ്രത്യക്ഷപ്പെടുന്നതെന്ന് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ താങ്കളാണ് അതിനെതിരെ ഒരുപാട് പോരാട്ടങ്ങളൊക്കെ നടത്തി, ഒരുപാട് വീഡിയോകൾ ചെയ്തു. അതിൻ്റെ ഫലവും താങ്കൾ അനുഭവിച്ചു. നിരവധി കേസുകളുണ്ടായി. ഇപ്പോൾ തന്നെ ഈ S ശ്രീജിത്തിനെതിരെ വരുന്ന ദുബായിൽ അദ്ദേഹം ഒരു സ്പായുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ള വിവാദത്തിൽ സ്പാ ജീവനക്കാരെ അപമാനിച്ചു എന്ന് പറഞ്ഞു പോലും താങ്കൾക്കെതിരെ 7-8 FIR വന്നതായിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ എന്താണ് ശ്രീജിത്തിൻ്റെ ഇപ്പോൾ ഈ ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി വരുമ്പോൾ അതിനെ എങ്ങനെ താങ്കൾ നോക്കിക്കാണുന്നു? ഞാൻ ഈ ശ്രീജിത്തും ഞാനും തമ്മിലുള്ള തർക്കം അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല. അത് അതിൻ്റെതായ വഴിക്ക് പോവുകയും അതിൻ്റെതായ വഴിക്ക് തീരുകയും ചെയ്തോട്ടെ. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാനത് 2003-2004 ഇയാൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ ആരംഭിക്കുന്നത്. അത്രയും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ പോരാട്ടം ഏതാണ്ട് ഒരു അന്തിമഘട്ടത്തിൽ നിൽക്കുകയാണ് എന്നുകൂടി. 2003-2004 കാലഘട്ടം ആകുമ്പോൾ അദ്ദേഹം സർവീസിൽ കയറിയിട്ട് അധികം ദിവസങ്ങളായില്ലല്ലോ. SP റാങ്കിലായിരുന്നു എൻ്റെ ഓർമ്മ. അന്ന് ഞാൻ VS-ന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. അപ്പം അന്ന് പോലെ തുടങ്ങിയ സമരമാണ്. ആ സമരം ഏതാണ്ട് അതിൻ്റെ അന്തിമഘട്ടത്തിൽ നിൽക്കുകയാണ്. നമ്മൾ നിൽക്കട്ടെ, അത് വ്യക്തിപരം ഞങ്ങൾ തമ്മിലുള്ളത്. അത് അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല. എനിക്കിന്ന് ഇവിടെ പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്താകാൻ പാടില്ല എന്നതിൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത ഉദാഹരണമാണ് ഈ S ശ്രീജിത്ത് എന്നത്. എന്നാൽ അങ്ങനെയുള്ള ആ ഉദ്യോഗസ്ഥൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായാൽ അയാൾ എങ്ങനെയാകണം എന്നുള്ള നിലയിലുള്ള പ്രചരണം മൊത്തം ഭയങ്കര കോൺട്രഡിക്ടറിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവങ്ങൾ വെച്ച്, തെളിവുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഒരു പോലീസുകാരൻ എങ്ങനെയാകാൻ പാടില്ല എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. എന്നാൽ ഇയാൾ പൊതുമണ്ഡലത്തിൽ കൊടുക്കുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃക ഞാൻ എന്നെ പോലെ ആകണം, ഞാനാണ്. മനസ്സിലായോ? അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ആലോചിക്കേണ്ടത് എന്താ? പോലീസ് എന്ന് പറഞ്ഞാൽ ക്രമസമാധാന പാലനം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സേനയാണ്. ആ സേനയുടെ സ്വഭാവം എന്ന് പറയുന്നത് ആ സേനയിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. കാരണം ഇപ്പോൾ ഒരു 19,000 പോലീസുകാരുണ്ടല്ലോ കേരളത്തിൽ. അതിന് പോലീസ് മുതൽ SI മറ്റേത് മറിച്ചത് കൂടി DGP DGP ലോ ആൻഡ് ഓർഡറിലാണ് അത് തീരുന്നത്. അപ്പം ആ പോലീസ് സേനയിലെ ADGP DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ അവരുടെയൊക്കെ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ആ ഒരു സേനയുടെ മൊത്തം സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നത്. അതെ. ഇപ്പോൾ DGP റാങ്കിൽ അന്ന് ഇരുന്ന TP സെൻകുമാർ, ഇന്നിപ്പോൾ അങ്ങനെ കുറിച്ചിട്ട് രാഷ്ട്രീയമൊക്കെ ബന്ധപ്പെട്ട് വിവാദമുണ്ടെങ്കിലും അന്ന് TP സെൻകുമാർ DGP ആയിരുന്ന സമയത്ത് പോലീസാണ് അതിനെ കുറിച്ചൊരു പോസിറ്റീവ് സ്വഭാവം. അതുപോലെ ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ആൾ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഹോർമീസ് റയൻ എന്ന് പറഞ്ഞ ഒരാൾ ഇരുന്നിട്ടുണ്ട്. മനസ്സിലായി? അവരൊക്കെ ഇരിക്കുമ്പോൾ ജേക്കബ് പുന്നൂസ് ഉണ്ടായിരുന്നു. ജേക്കബ് പുന്നൂസ്, പിന്നെ എന്താണ് അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള്, ഇപ്പൊ തന്നെ DGP റാങ്കിലുള്ള യോഗേഷ് ഗുപ്ത,
വിജിലൻസ് ഡയറക്ടറുള്ള മനോജ് എബ്രഹാം, അവരൊക്കെ അതെ മനസ്സിലായി. അപ്പം നമ്മളിപ്പം ഒരു മന്ത്രിസഭയുടെ സ്വഭാവം നിർണയിക്കുന്നത് അതിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പോലെ, ഇപ്പൊ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നു ആ മന്ത്രിസഭ, VS അച്യുതാനന്ദന്റെ സ്വഭാവമാണ് ആ മന്ത്രിസഭയിൽ പ്രതിഫലിക്കുന്നത്, മനസ്സിലായി. എന്ന് പറഞ്ഞതുപോലെ പോലീസ് സേനയുടെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്ന അതിന്റെ DGP പോലീസ് മേധാവിയാണ്. ഇപ്പൊ നമുക്കറിയാം ലോക്നാഥ് ബെഹ്റ DGP ആയിരുന്ന സമയത്ത്, അല്ല അതാണ് ഞാൻ പറയാൻ തുടങ്ങിയതാണ്. കാരണം ലോക്നാഥ് ബെഹ്റ വന്നതിന് ശേഷമാണ് ഇതുപോലെ പോലീസ് സംവിധാനം കുത്തഴിഞ്ഞു പോയത്. അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ പറയുന്നില്ല. എങ്കിൽ പോലും ഇപ്പൊ ലോക്നാഥ് ബെഹ്റയുടെ DGP-ഷിപ്പിൽ ഉള്ള പോലീസ് സേനയെ കുറിച്ചിട്ട് ആളുകൾക്കുള്ള അവമതിപ്പും TP സെൻകുമാറിന് DGP ആയിരുന്ന സമയത്ത് പോലീസ് സേനയെ കുറിച്ചിട്ടുള്ള മതിപ്പ്, ഇതൊക്കെ ഭയങ്കര കോൺട്രഡിക്ടറി സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പം പിന്നെ ലോക്നാഥ് ബെഹ്റ വന്നു, ആ സമയത്തുള്ള പോലീസിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ അവമതി. അത് കഴിഞ്ഞ് അനിൽകാന്ത് എന്ന് പറഞ്ഞൊരുത്തം വന്നു, അത് കഴിഞ്ഞ് ഷേഖ് ദർവേഷ് സാഹിബ് ഭൂമി തട്ടിപ്പ് കേസിൽ വരെ പ്രതിയായ ആളാണ്. അല്ല പ്രതിയായില്ല, അപ്പോഴത്തേക്കും ഊരിപ്പോയി. ഇപ്പൊ ഇരിക്കുന്ന റവാഡ ചന്ദ്രശേഖർ, മനസ്സിലായി. അപ്പം ഒരു സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഇച്ഛാശക്തി, അവരുടെ വിശ്വാസ്യത, അതൊക്കെ ആ പോലീസ് സേനയുടെ മൊത്തം ജനങ്ങൾക്കുള്ള മതിപ്പിന്റെ ഒരു പ്രതിഫലനമായിട്ട് വേണം നമ്മൾ കാണാൻ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം ഇതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു, അവരുടെ പേരാണ് ടോമിൻ തച്ചങ്കരി, DGP റാങ്കിൽ നിന്നവരാണ്, മനസ്സിലായി. അപ്പൊ അവൻ ആരാണ്, എന്താണ്, മനസ്സിലായി. അവന്റെ ഒരു ക്യാരക്ടർ നമുക്ക് ബോധ്യമാവും. ഇപ്പൊ റിട്ടയർ ചെയ്തതിനു ശേഷവും അയാള് പിന്നെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുക, മനസ്സിലായോ. അതിനുശേഷം ഇപ്പൊ MR അജികുമാർ വന്നു. അപ്പൊ അവിടെയാണ് സത്യത്തിൽ ഈ ADGP ശ്രീജിത്ത് എന്ന് പറഞ്ഞവൻ യഥാർത്ഥത്തിൽ എന്താണെന്നും, എന്നാൽ ആ ADGP-യെ കുറിച്ച് പൊതുമണ്ഡലത്തിൽ അയാൾ കൊടുക്കുന്ന ചിത്രങ്ങൾ എന്താണെന്ന് സംബന്ധിച്ച് നമ്മളൊരു താരതമ്യം നടത്തേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നടന്ന ഒരു പ്രചണ്ഡമായൊരു പ്രചരണമുണ്ട്, ഒരു ബ്ലിറ്റ്സ് ക്രീഗ് എന്നൊക്കെ നമുക്ക് പറയാം. എന്നുവെച്ചാൽ നമ്മൾ ഞെട്ടിത്തരിക്കുന്ന നിലയിലുള്ള ഒരു വമ്പൻ ഒരു പ്രചരണം. എന്താണ്, ഇയാൾ DGP ആകുമ്പോൾ തടസ്സം നീങ്ങി, അങ്ങനെയായിരുന്നു ക്യാപ്റ്റൻ പറഞ്ഞത്. ഇയാൾ DGP ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ളൊരു വലിയൊരു തെറ്റിദ്ധാരണജനമായ സംഭവം എന്ന് വെച്ചാൽ, ഈ DGP എന്ന് പറയുന്ന ഒരു റാങ്ക് ആണെന്നും അതിൽ ഒരാളാണ് ലോ ആൻഡ് ഓർഡർ DGP ആകുന്നതെന്നും പൊതുമണ്ഡലത്തിൽ അങ്ങനെ ഒരു ധാരണയില്ല. പൊതുമണ്ഡലത്തിലുള്ള ധാരണ അയാൾ DGP എന്ന് പറഞ്ഞാൽ അയാൾ ലോ ആൻഡ് ഓർഡർ DGP ആകാൻ DGP ആണ്. അതെ. അപ്പൊ വന്ന പ്രചരണം മുഴുവൻ എന്താണ്, ഈ പിന്നെ ശ്രീജിത്ത് DGP. എന്നോട് തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചു, ഷാദാൻ ഇതെന്താണ് ഇയാൾ DGP ആകുന്നു, മനസ്സിലായി. അപ്പൊ അതങ്ങ് വലിയ തോതിൽ വരുന്നു. എന്നിട്ട് ഇയാളുടെ ചരിത്രം ഭൂമിശാസ്ത്രം ഒരു വെബ്സൈറ്റിൽ അയാൾ 52% മാർക്ക് മേടിച്ച അയാൾ പിന്നീട് IPS കാരനായി. അപ്പൊ എന്നോട് ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ചോദിച്ചു, എന്താ 52%, 35% പോരെ ജയിക്കാൻ. അപ്പോൾ 52% മേടിച്ചെന്ന്. അപ്പോൾ അയാളെന്തോ സംഗീത കച്ചേരി നടത്തുന്നവൻ, അത് ഇത് മറ്റതും മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അതിഭീകരമായിട്ടുള്ള പ്രചരണം. യഥാർത്ഥത്തിൽ വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്തു എന്നാണ്. അപ്പോൾ ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്തു കഴിഞ്ഞാൽ സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടത്. സർക്കാർ തീരുമാനം എടുത്താലേ വരുള്ളൂ. എന്ന് മാത്രമല്ല, അത് DGP റാങ്കിലേക്കാണ്. അവിടെ തന്നെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ചീഫ് സെക്രട്ടറിക്കും പ്രശ്നമുണ്ട്. അയാൾ വഴി അല്ലാതെ ഇതങ്ങനെ പുറത്തു വരുന്നത്, അയാൾ ശുപാർശ ചെയ്ത് പുറത്തു വരുന്നത് അങ്ങനെ. അതെ അതെ. അപ്പം കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്നൊരു പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, DGP ആകാൻ ഏറ്റവും യോഗ്യത ഉള്ള, ഒരുപാട് കഴിവുകളൊക്കെ ഉള്ള, ഒരു വെഴ്സറ്റൈൽ ജീനിയസ് ആയിട്ടുള്ള ADGP ശ്രീജിത്ത് പിന്നെ DGP ആകാൻ പോകും, യോഗ്യതയുടെ അങ്ങറ്റം എന്ന് പറഞ്ഞിട്ടുള്ള വലിയ പ്രചരണം. ആ പ്രചരണം അങ്ങനെ നടന്നു. ഇപ്പം ഇന്നലെ മിനിയാൻ നോക്കിയിട്ടുള്ളത് എന്താ, എടുത്ത് അയാളെ തറയിലടിച്ചു കളഞ്ഞിരിക്കുന്നു. ഹൈക്കോടതി അയാൾക്കെതിരായി അതിശക്തമായ പരാമർശം നടത്തിയിരിക്കുന്നു. അയാൾക്കെതിരെ അന്വേഷണം ഇനി നടക്കാൻ പോകുന്നു. അയാളുടെ പ്രൊമോഷൻ ഏതാണ്ട്. അതെ. അല്ല, എനിക്ക് ഇപ്പോഴും അത്ഭുതം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും അഴിമതികൾ, കറപ്ഷനുള്ള ഒരു ഉദ്യോഗസ്ഥൻ വീണ്ടും അദ്ദേഹം ഈ സർവീസിൽ ഇത്രയും കാലം തുടർന്നപ്പോൾ, ഒരു തവണ എന്തോ സസ്പെൻഷനിലായി എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹത്തിനെതിരെ മറ്റ് വകുപ്പ് തല നടപടികളൊന്നും വന്നിട്ടില്ല. എത്ര കേസുകളാണ്. ഒരു MLA യുടെ CPM MLA യുടെ ഭാര്യ തന്നെ വന്ന് പറയുന്നു, എൻ്റെ കുടുംബം നശിപ്പിച്ചത് ശ്രീജിത്താണെന്ന്.
അല്ല, ഞാൻ പറയുന്നത് അതുപോലുള്ള നാണം കെട്ട അല്ല, ഞാനതിലേക്ക് വരുന്നത് ഞാൻ അതിലേക്ക് വരാം. ഞാൻ ആദ്യം ഈ വൈരുദ്ധ്യമാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ എങ്ങനെ ആകാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെ ആകണം എന്ന് ഉള്ള പുറമേയുള്ള ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വലിയ പിന്തുണയാണ്. എന്നാൽ ഏതാണ്ട് 2-3 ആഴ്ചകൾക്ക് മുമ്പ് ആഭ്യന്തര വകുപ്പ് ഇയാളെ പോലീസ് സേനയിൽ നിന്ന് തന്നെ ചവിട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. ജയിലിലേക്ക് മാറ്റി. ജയിൽ മറ്റേ കറക്ഷൻ സർവീസിലെ ADGP ആയിട്ട് മാറി. അത് ശരിക്കും യഥാർത്ഥത്തിൽ അയാൾക്ക് കിട്ടിയ വലിയൊരു ശിക്ഷയായിരുന്നു. ആ ശിക്ഷ കിട്ടിയ സമയത്ത് ആരും അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല, ഒരു മാധ്യമം മിണ്ടിയില്ല, എല്ലാ മാധ്യമങ്ങളും. അല്ല, അതെന്താ വെച്ചാൽ ഈ മാധ്യമങ്ങളിലെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഞാൻ എടുത്തു പറയാം, ഈ ഏഷ്യാനെറ്റിലെ ഒരു 3 അക്ക പേരുകാരൻ റിപ്പോർട്ടറുണ്ട്. ഇങ്ങനെയുള്ള കുറേ പേര് ഈ എസ് ശ്രീജിത്തിനെ അങ്ങ് എന്തോ വലിയൊരു വിഗ്രഹവൽക്കരിച്ച് വിൽക്കുന്ന ഒരു ഇതുണ്ട്. അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും പുറത്തു വന്നിട്ട് പോലും, ഉദാഹരണത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധങ്ങളടങ്ങിയ ചിത്രങ്ങൾ പുറത്തു വന്നിട്ട് പോലും അത് ഈ മാധ്യമങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എത്രമാത്രം മാധ്യമങ്ങളുമായി അദ്ദേഹം മാധ്യമങ്ങൾ എത്രത്തോളം ജീർണിച്ച് ചെളിക്കുണ്ടിലാണെന്നുള്ളതിന്റെ തെളിവാണിത്. ഏഷ്യാനെറ്റിലെ ഈ റിപ്പോർട്ടറെ കുറിച്ചിട്ട് പറഞ്ഞു. ഞാൻ അവൻ്റെ പേര് പറയുന്നില്ല, കാരണം അവൻ്റെ ഒന്നും പേര് പറഞ്ഞത്ര വലുതാക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട്. ഇപ്പം ദൃശ്യമാധ്യമങ്ങളിൽ ചില റിപ്പോർട്ടർമാർക്ക് പോലീസ് എന്ന് പറഞ്ഞൊരു ബീറ്റ് കിട്ടും, കാരണം പോലീസ് അവരായിരിക്കും നോക്കുന്നത്. അപ്പം പണ്ടൊക്കെ പോലീസ് നോക്കുന്ന ദൃശ്യമാധ്യമ റിപ്പോർട്ടർമാരെന്ന് പറഞ്ഞാൽ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ, ഒരുപാട് വിമർശനങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ, അതൊക്കെ പൊക്കിക്കൊണ്ടിരലാണ് പോലീസിന്റെ ചുമതലയുടെ ദൃശ്യമാധ്യമ പ്രവർത്തകന്റെ ചുമതല കുറച്ച് നാൾ മുമ്പ്. എന്നാൽ ഇപ്പം ഈ ഏഷ്യാനെറ്റിലൊക്കെ ഉള്ള മനോരമയിലും വേറൊരുത്തരുണ്ട്, അവൻ്റെ പേര് ഇവർക്ക് 2 പേർക്കും എതിരെയൊക്കെ എൻ്റെ മാനനഷ്ട കേസൊക്കെ കിടപ്പുണ്ട്, അവിടെ നിൽക്കട്ടെ. ഇപ്പം പോലീസിനൊരു ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പോലീസ് ചോർത്തി കൊടുക്കുന്ന വാർത്ത പ്രസിദ്ധീകരിക്കുക, അതാണ് പോലീസിന്റെ ചുമതലയുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകന്റെ ജോലി. അവിടെയാണ് ഇവൻ ഈ മാധ്യമങ്ങളെ മുഴുവൻ വിലക്കി മേടിച്ചത്. അവൻ ഏതൊക്കെ സ്ഥാനത്ത് എപ്പോഴൊക്കെ ഇരുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നിരന്തരം ഈ മാധ്യമ പ്രവർത്തകർക്ക് വാർത്ത ചോർത്തി കൊടുക്കുക എന്നുള്ള ആരോപണം അവനെതിരെ ഉയർന്നിട്ടുണ്ട്. അവനെ കോടതി തന്നെ ഈ വാർത്ത ചോർത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിലയിൽ അന്വേഷണത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. നമ്മളവിടെ കണ്ടൊരു കാര്യം, ഞാൻ അവൻ്റെ ആരോപണങ്ങളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പോലീസിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വേറെ 4-5 പേരെങ്കിലും ഇപ്പോൾ ഇവിടെയുണ്ട്. ഇപ്പോൾ DGP നമ്മൾ മാറ്റി നിർത്തിയാൽ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഉണ്ട്. ADGP റാങ്കിലിരിക്കുന്ന അയാളെന്തോ ഫയർഫോഴ്സിനോടായിരുന്നു യോഗേഷ് ഗുപ്തയുണ്ട്. ഇന്റലിജൻസിന്റെ ADGP ആയിട്ടിരിക്കുന്ന ദിനേന്ദ്ര കശ്യപ് എന്ന് പറഞ്ഞിട്ടൊരു ഉദ്യോഗസ്ഥനുണ്ട്. ADGP ലോ ആൻഡ് ഓർഡർ ആയിട്ടിരിക്കുന്ന P വിജയനുണ്ട്. ഇവർ 4 പേരും ഇവന്റെ ലെവലിലോ അല്ലെ ഇവന്റെ മുകളിലെ ലെവലിലോ ഉള്ള ഉദ്യോഗസ്ഥന്മാരാണ്. ആ ഉദ്യോഗസ്ഥന്മാരിൽ ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് പോലും നമുക്ക് മോശമായിട്ട് എന്തെങ്കിലും കാര്യമോ, അല്ലെങ്കിൽ അവരവരെ സെൽഫ് പ്രൊമോട്ട് ചെയ്യാൻ നടക്കുന്ന കാര്യമോ, അല്ലെങ്കിൽ അവർ റീലിടുന്ന കാര്യമോ, അല്ലെങ്കിൽ അവർ പാട്ട് പാടുന്ന കാര്യം, ഇങ്ങനെ ഒരു കേട്ടിട്ടില്ല. അല്ല, ഈ മനോജ് എബ്രഹാം ഒരു എന്താണ്, അദ്ദേഹത്തിന് സമൂഹ മാധ്യമങ്ങളിൽ പോലും കാണാനില്ല. ഇല്ല, അയാളെ കുറിച്ചിട്ട് പറയുന്നത് എന്താ, അയാളെ കുറിച്ച് പോസിറ്റീവ്, അയാൾ ആര് പറഞ്ഞാലും കേൾക്കില്ല എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി. അപ്പൊ ദിനേന്ദ്ര കശ്യപ് നമ്മൾ അയാളെ കുറിച്ച് കേട്ടിട്ടില്ല. യോഗേഷ് ഗുപ്ത, അയാൾ പിണറായി വിജയന്റെ സർക്കാർ അയാളെ പീഡിപ്പിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ അയാളെ കുറിച്ചിട്ട്. അപ്പൊ പി വിജയനെ പിണറായി സർക്കാർ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ ADGP ലോ ആൻഡ് ഓർഡർ ആയിട്ട് കയറിയിട്ട് ഇപ്പം 2 മാസം അയാളെക്കുറിച്ചൊന്നും നമ്മളൊന്നും കേൾക്കുന്നില്ല. അപ്പം ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഇയാൾ ഇരുന്ന സ്ഥാനങ്ങളിലെല്ലാം ഇരുന്ന് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുത്ത് അവരെ ചേർത്ത് നിർത്തും. ഇനി നമ്മൾ അയാളെ കുറച്ച് കൂടുതലൊന്ന് പഠിച്ചു നോക്കിയേ. അയാളെപ്പോലെ ഇങ്ങനെ സ്വയം പ്രോത്സാഹനം, സെൽഫ് പ്രൊമോഷൻ നടത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് സേനയുടെ തലപ്പത്ത് ഇന്നേ വരെ വന്നിട്ടുണ്ടോ? ഇല്ല. ഇപ്പം ഏറ്റവും അവസാനം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതെന്നറിയോ? കഴിഞ്ഞ ദിവസം കണ്ടത് തൃശ്ശൂരിലെന്തോ കൊല്ലത്തെന്തോ TK എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അയാൾ ബിന്ദുകൃഷ്ണൻ എന്ന് പറഞ്ഞ മന്ത്രിയായിട്ട് ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് അയാൾ തന്നെ ഒരു റീൽ ബൈ എസ് ശ്രീജിത്ത് എന്നാണ് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടുകൂടി അയാൾ ഭയങ്കര മഫ്തിയിൽ വരുന്നു. പോലീസ് വാഹനത്തിൽ വന്ന് അയാൾ അവിടെ ഇറങ്ങുന്നത്. അപ്പൊ പോലീസ് വാഹനത്തിൽ അവിടെ വന്ന് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അയാളുടെ സെൽഫ് പ്രൊമോഷൻ അവിടെയാണ് ചോദ്യം വരുന്നത്. അതിന് ഉത്തരവാദി ആരാണ്? ആഭ്യന്തര വകുപ്പാണ്. നമ്മൾ ഈ കഴിഞ്ഞ മെയ് മാസത്തിന് മുമ്പുള്ള ആഭ്യന്തര വകുപ്പിനെ നമ്മൾ കണക്കാക്കല്ല. അതിന്റെ കുറ്റം എന്നുള്ളതല്ല, അയാൾ ചെയ്യുന്ന കാര്യമാണ് എനിക്ക് പറയുന്നത്. അതുപോലെ തന്നെ അയാൾ നിരന്തരം റീൽ ഉണ്ടാക്കിയിടുക, അമ്പലങ്ങളിൽ പോയി ഭക്തിഗാനം പാടുന്നതിന്റെ റീൽ ഉണ്ടാക്കിയിടുക,
കാരണം പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥരും ഒരു മതവുമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടില്ലെന്നൊക്കെ റൂളുള്ളതാണ്. അത് ചെയ്യുക. അയാൾ സിനിമാ നടിമാരുമായിട്ട് ഇരുന്നിട്ട് ഫുൾ ഫ്ലെഡ്ജിൽ ഇൻ്റർവ്യൂ കൊടുക്കുക. ഇത് നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന നിയമലംഘനം നടത്തിക്കൊണ്ടിരുന്ന ഇതുപോലൊരു പോലീസ് ഉദ്യോഗസ്ഥനെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. ഞാൻ എൻ്റെ ഈ പോലീസിൽ ഒരുപാട് കുറേ സുഹൃത്തുക്കളുണ്ടല്ലോ, അപ്പോൾ പരിചയക്കാരും സുഹൃത്തുക്കളുണ്ട്. അവരുമായിട്ട് പലരോടും ഞാൻ ഈ ഉദ്യോഗസ്ഥനെ കുറിച്ച് സംസാരിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ MR അജിത് കുമാർ വെറും ഒരു പാവത്താനാണ്. അദ്ദേഹം ഇതേപോലെ ഈ ഭരണകർത്താക്കൾ പറയുമ്പോൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ളതല്ലാതെ, ചെയ്യുന്നത് ഗുരുതരമുള്ള കാര്യമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇതുപോലെ യഥാർത്ഥത്തിൽ ഈ ശ്രീജിത്താണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടിപ്പോവാണ്. അതെല്ലാം ഇവരുമായി ബന്ധമുള്ള ആൾക്കാരാണെന്ന് പറയുന്നത്, അല്ല നാട്ടുകാരല്ല. അല്ല, ഞാനതിലിപ്പോൾ ഈ ഒരു പിന്നെ സ്ത്രീയുടെ കുടുംബം തകർത്തു എന്നൊക്കെ പറഞ്ഞ വിഷയമുണ്ടല്ലോ, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. കാരണം ആ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ അയാൾ കൊടുത്തൊരു ഡിഫമേഷൻ കേസ് കിടക്കുന്നുള്ളതുകൊണ്ട് ഞാൻ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് അയാളെക്കുറിച്ച് കിട്ടുന്ന അനുഭവ കഥകൾ നീചവും നികൃഷ്ടവും മ്ലേച്ഛവുമാണ് എന്ന് മാത്രമേ ഞാൻ പറയാം. അത്രയ്ക്ക് അറപ്പുളവാക്കുന്ന സംഭവവികാസങ്ങൾ. ഒരു ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങളിൽ അയാൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന വിവരമായിരിക്കും. പരസ്യമായിട്ട് ക്യാമറ മുമ്പിൽ പറയാൻ പറ്റില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ എന്നെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞതൊക്കെ കേട്ട് കഴിഞ്ഞാലോ ഒരു രക്ഷയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു സാധാരണ പൗരൻ പോലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. സാധാരണ പൗരൻ ചെയ്തോട്ടെ, അതിനൊരു ഒളിയും മറയും ഒക്കെ വേണം. പ്രത്യേകിച്ചും ഇതുപോലുള്ളൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാകുമ്പോൾ അതുപോലെയുമല്ല. അതിനൊക്കെ വേറെ എല്ലാ മനുഷ്യരല്ലേ, അവർക്ക് പലതരത്തിലുള്ള ദൗർബല്യങ്ങൾ ഉണ്ടാവും. ഇതല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു ലെവലിൽ അപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല, കാരണം എനിക്കൊരു ഡിഫമേഷൻ കേസുകൾ. പക്ഷെ ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിഞ്ഞ കുറെ, കാരണം ഇയാൾ ഏറ്റവും സൽഗുണ സമ്പന്നനും ഒരു മാതൃകാ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലാണല്ലോ ഇയാളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ കുറേ ഊച്ചാളികളായിട്ടുള്ള കുറേ മാധ്യമങ്ങളും. ആ പശ്ചാത്തലത്തിൽ ഇയാളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചില കാര്യങ്ങൾ ആണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇയാൾ പിന്നെ ഒരു 1.5 വർഷം മുമ്പ് ഇയാളെന്തോ IAS ഉള്ള ആസ്പിറൻസിന് ക്ലാസ് എടുത്തപ്പോഴത്തേക്കും വഴി ചോദിച്ചു, ഇവിടുത്തെ ഈഴവനും ആശാരിക്കും മുസ്ലിങ്ങൾക്കും എവിടെയോ തറവാട്. ഒരു ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് പറയാണ്, തറവാട് ഇവിടെ ഉള്ളത് നായന്മാർക്ക് മാത്രമാണ്. മുസ്ലിങ്ങൾക്ക് തറവാടുണ്ടോ? ഈഴവർക്ക് തറവാടുണ്ടോ? ആശാരിമാർക്ക് തറവാടുണ്ടോ? അതൊക്കെ അറിഞ്ഞൂടാതുകൊണ്ടാ. അല്ലല്ല, ഞാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത് പറയുന്നത് ഓർക്കണം. അതുപോലെ തന്നെ ഒരു എറണാകുളത്തുള്ള വിജു എന്നും പറഞ്ഞൊരു വ്യവസായിയുടെ വീട് കയ്യേറിയ കേസിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇയാൾക്കെതിരെ 25,000 രൂപയുടെ ഫൈൻ അടിച്ചിട്ടുള്ളതാണ്. ഡിവിഷൻ ബെഞ്ച് വലിയ കാര്യം. SP ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റൊരു വ്യവസായിയുടെ വീട് കയ്യേറിയപ്പോൾ 25,000 രൂപ പോസ്റ്റ് അടിച്ചു കൊടുത്തത് കോടതിയെ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ 2014 ഇയാൾ സസ്പെൻഷനിലായി. സസ്പെൻഷൻ ആകുമ്പോഴത്തേക്ക് DIG ആയിട്ട് സസ്പെൻഷൻ ആകുമ്പോഴത്തേക്ക് അയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. ഒന്ന്, ഒരു കൃത്രിമ സിം കാർഡ് ഉപയോഗിച്ചു. ആ അന്വേഷണ റിപ്പോർട്ട് എനിക്കൊന്ന് അന്നൊരു IG ഗോപിനാഥ് മറ്റേ അന്വേഷിച്ചു. മോസ്റ്റ് അൺബിക്കമിങ് ഓഫ് എ സീനിയർ പോലീസ് ഓഫീസർ എന്ന് വെച്ചാൽ ഒരു സീനിയർ ഓഫീസർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പണിയാണ് ഇത്. കൃത്രിമ സിം കാർഡ് ഉപയോഗിച്ചു. നോക്കണം. 1. 2, ഇയാളുടെ ഒരു സഹപ്രവർത്തനായിട്ടുള്ള ഒരു DYSP അഭിലാഷ് എന്ന് പറഞ്ഞ ഒരാളെ കൈക്കൂലി കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു. മനസ്സിലായില്ലേ? അല്ല, നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഈ പിന്നീട് അതിനുശേഷം ആ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയങ്ങൾ സംബന്ധിച്ചൊരു ഉന്നതതല അന്വേഷണം കൂടെ നടന്നു. അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ADGPയും മനോജ് എബ്രാം എന്ന് പറഞ്ഞൊരു ADGPയും വീണ്ടും ഇത് വിഷയാന്വേഷിച്ചു. അവരന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ 4 ആരോപണങ്ങളിൽ 3 എണ്ണം സ്റ്റാൻഡ്സ് ഫുള്ളി പ്രൂവ്ഡ്, 1 എണ്ണം സ്റ്റാൻഡ്സ് പാർഷ്യലി പ്രൂവ്ഡ്. മനസ്സിലായി? അപ്പൊ അവനെതിരെ ഉണ്ടായിരുന്ന 3 ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടു പൂർണ്ണമായി, 1 ഭാഗികമായി തെളിയിക്കപ്പെട്ടു. മനസ്സിലായോ? സ്വാഭാവികമായി അവനെ സർവീസ് നിർത്തി കളയേണ്ടതല്ലേ. നിർഭാഗ്യവശാൽ അവൻ എന്ത് ചെയ്യുന്നറിയോ, അന്ന് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയൊക്കെയോ പാവപ്പെട്ട മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്ത് ഇനി ഇതുപോലുള്ള കുറ്റങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട്
അവനെ സർവീസ് തിരിച്ചെടുത്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കൊലപാതകം നടത്തി എന്നെ തിരിച്ച് സർവീസിലേക്ക് എടുക്കുമ്പോൾ പറഞ്ഞു ഞാൻ ഇനി ഒരു കൊലപാതകം ഞാൻ ചെയ്യില്ല. വെറുതെ വിടണം. അല്ലെ ഞാനൊരു സ്ത്രീ പീഡനം നടത്തി, ഇനി ഞാൻ സ്ത്രീയെ പീഡിപ്പിക്കില്ല. അപ്പം 3 ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തത് സ്റ്റാൻഡ്സ് ഫുള്ളി പ്രൂവ്ഡ് എന്ന് ADGP റാങ്കിലുള്ള 2 ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണം നടത്തിയ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവനെ അന്ന് തിരിച്ചെടുത്തത്. അതെ, മനസ്സിലായില്ലേ? അതിലുപരിയാണ് സുമേഷ് പറഞ്ഞ പോലെ നടിയെ ആക്രമിച്ച കേസിലുള്ള വിധിന്യായത്തിൽ പല സ്ഥലങ്ങളിലും അവനെ കുറിച്ചിട്ട് പരാമർശങ്ങളുണ്ട്. മനസ്സിലായോ? അപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം പ്രൂവ്ഡ് ആണ്. പിന്നെ വേറെ പലതുണ്ട്. ഒരു ടൈറ്റസ് എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളിയെ വിദേശത്ത് കൊണ്ടുപോയി അങ്ങനെ പല പല കേസുകളുണ്ട്. ആ കേസുകളെല്ലാം ഇവൻ എന്ത് ചെയ്യുന്നറിയോ? അതിൽ 2-3 കേസുകൾ അന്വേഷിച്ചത് ADGP-യാണ്. അവൻ എന്ത് ചെയ്യുന്നറിയോ? അവൻ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ ADGP-യേക്കാൾ കുറഞ്ഞ റാങ്കിലുള്ളവരെ കൊണ്ട് അന്വേഷിപ്പിച്ച് അവനെ കുറ്റമുക്തനാക്കും. കാരണം ഏത് രാഷ്ട്രീയ നേതൃത്വം വന്നു കഴിഞ്ഞാലും അവരുമായിട്ട് ഏത് താഴ്ന്ന ലെവലിലും അവൻ കൈകാര്യം ചെയ്യും. മനസ്സിലായി? അങ്ങനെ വന്ന ഒരുത്തൻ കഴിഞ്ഞ 10 വർഷക്കാലം അവൻ പിണറായി വിജയൻ്റെ PCCയുടെ ഏറ്റവും വലിയ വിശ്വസ്ത വിനീതനും കയ്യാളുമായിരുന്നു. അവൻ ഏറ്റവും പുതിയതായിട്ട് വന്ന ഞാൻ തന്നെ പറഞ്ഞെന്താണ് ശബരിമല കേസിലുള്ള അവൻ്റെ ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇവൻ ഈ ശബരിമല കൊള്ള നടക്കുന്ന സമയത്ത് മുഴുവൻ ഇവനായിരുന്നു ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസർ. അങ്ങനെയുള്ള ഒരുത്തനെ ഉണ്ണികൃഷ്ണൻ പോറ്റി DGP ഓഫീസിൽ അവൻ്റെ മുറിയിൽ പോയി അങ്ങോട്ട് പൊന്നാട എണീച്ചു കൊടുക്കുന്നു. ഈ വിഷയം ഈ SIT ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അതെ. അപ്പം ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വൃത്തികേടുകളെല്ലാം കാണിക്കുക, എല്ലാ സ്വാധീനവും അങ്ങേയറ്റം ഉപയോഗിക്കുക. ഇപ്പം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അവൻ അടി കൊടുത്തത് എങ്ങനെയാ? അങ്ങോട്ട് പറഞ്ഞ് നമുക്ക് ദിപിൻ ഇടവണ്ണ കൊടുത്ത കേസിൽ ആ കേസ് വിശദമായി അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ബദറുദ്ദീൻ്റെ ബെഞ്ചിൽ തന്നെ ഒരു ഓർഡർ ഏപ്രിലിൽ ഉണ്ടായിരുന്നു. ഇനി ബദറുദ്ദീൻ സാറിന് ആ ബെഞ്ചിൽ നിന്ന് മാറ്റാനുള്ള സ്വാധീനം പുള്ളിക്ക് ഉണ്ടാവും? അത് നമുക്കറിയാമല്ലോ, ബദറുദ്ദീൻ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. അല്ലേ? അതെ. അപ്പോൾ ഏപ്രിലിൽ അതിനെ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അന്വേഷിക്കണം, ഉന്നതതലത്തിൽ അന്വേഷിക്കണം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അന്ന് ആഭ്യന്തര സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ, ഇന്ന് ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്, ആ ബിശ്വനാഥ് സിൻഹ എന്ന് പറഞ്ഞവൻ എന്ത് ചെയ്തു? ഇവൻ്റെ ആളാവൻ, ആരുടെ ശ്രീജിത്തിൻ്റെ ആളാവൻ. അവൻ എന്ത് ചെയ്യുന്നറിയാവോ? ഈ പരാതിക്കാരനെ വിളിച്ച് അവരിൽ നിന്ന് മൊഴി എടുക്കുക, അല്ലെങ്കിൽ വിജിലൻസ് ഡയറക്ടറോട് മൊഴി എടുക്കാൻ പറയുകയോ ചെയ്യുന്നതിന് പകരം പരാതിക്കാരനെയും ആർക്കെതിരായിട്ടാണോ പരാതി കൊടുത്ത അയാളെയും കൂടി ഒരു സംയുക്ത മീറ്റിങ്ങിന് വിളിക്കുകയാണ് ബിശ്വനാഥ് സിൻഹ. അതായത് ഞാനൊരു പരാതി സുമേഷിനെതിരെ തരുന്നു. സുമേഷ് ഒരു ADGP-യാണ്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാനൊരു സാധാരണക്കാരൻ. ചീഫ് സെക്രട്ടറി എന്താ പറയുന്നത്? നിങ്ങൾ രണ്ടും കൂടെ ഒരു മീറ്റിങ്ങിന് വാ. അതായത് പരാതിക്കാരനും എതിർകക്ഷി. ആ പരാതിക്കാരൻ എതിർകക്ഷി എന്ന് പറഞ്ഞാൽ 2 സാധാരണ പരാതിക്കാരൻ. അതെ അതെ, ഒരാൾ ADGP, ഒരാൾ സാധാരണക്കാരനായ ഒരു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ. അതെ. അപ്പോൾ ഈ പരാതിക്കാരൻ പറഞ്ഞു ഇത് ശരിയല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. എൻ്റെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേൾക്കണം, എന്നിട്ട് അത് പിന്നീട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അന്വേഷിക്കണം, ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു. അങ്ങനെ അയാൾ അതിനകത്ത് പങ്കെടുക്കുന്നില്ല. പങ്കെടുക്കാതെ വരുമ്പോഴത്തേക്ക് ആ യോഗം സംഘടിപ്പിക്കാതിരിക്കുന്നതിന് പകരം ഈ ബിശ്വനാഥ് സിൻഹ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാവോ? ശ്രീജിത്തിനെയും വിളിച്ച്, അതിനകത്ത് വിജിലൻസ് ഡയറക്ടറും പങ്കെടുത്തില്ലെന്ന് എനിക്കൊന്നും മനോജ് അയാളും പറഞ്ഞു ശരിയല്ല. പങ്കെടുക്കാതിരുന്നിട്ടും ഈ ബിശ്വനാഥ് സിൻഹ എന്ന് പറഞ്ഞ ആള് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞവനെയും കൂടെ വിളിച്ചിരുത്തി ഒരു സംയുക്ത യോഗം കൂടിയിട്ട് ഈ ദിവിൻ ഇടവണ്ണ എന്ന് പറഞ്ഞ പരാതിക്കാരൻ കൊടുത്തിട്ടുള്ള പരാതികൾ മുഴുവൻ ഫോൾസും വെക്സേഷ്യസും ആണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജിത്തിനെ കുറ്റമുക്തനാക്കി റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ട് ഏതിലാണ്? ഹൈക്കോടതി പറഞ്ഞ ഒരു വിഷയത്തിൽ. അപ്പോൾ ഹൈക്കോടതി തന്നെ വെല്ലുവിളിക്കുകയാണ് ഇവനെ രക്ഷപ്പെടുത്താൻ ആരംഭിച്ചതാ. ഇതിനെതിരെ ദിവിൻ ഇടവണ്ണ പരാതിയായിട്ട് പോയപ്പോൾ ഇന്നലെ ബദറുദ്ദീൻ ജഡ്ജ് ഇറക്കിയ ഒരു ഉത്തരവിൽ അയാൾ കാരണക്കുട്ടി അടിച്ച് പോച്ചളഞ്ഞ് ഈ വിശ്വാസിൻ്റെ. അപ്പം സർക്കാർ എന്ത് ചെയ്തു? ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ സർക്കാർ ഇപ്പോൾ വന്നിരിക്കുന്ന സർക്കാരിൻ്റെ ഒരു പ്രശ്നം തോന്നി. സർക്കാരിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവന്മാരെല്ലാം പിണറായി സർക്കാരിൻ്റെ അടുത്ത് ഇരുന്നവന്മാർ. അതുകൊണ്ട് ഇപ്പോഴും ആ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവന്മാർ ചെയ്ത നിലപാടുകളെല്ലാം ഈ കൈപ്പണം കെട്ട സർക്കാരിന് പിന്തുണയ്ക്കേണ്ടി വരുന്നു. സർക്കാർ കോടതിയിൽ വന്നിട്ട് എന്ത് പറഞ്ഞു? ജോയിന്റ് മീറ്റിംഗ് നടന്നിട്ടില്ല. ജോയിന്റ് മീറ്റിംഗ് നടന്ന് റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തല്ലോ. അല്ല, എന്നിട്ട് പക്ഷേ അവർ വന്ന് പറയുന്ന ജോയിന്റ് മീറ്റിംഗ് നടന്നില്ല.
പിന്നെ ഇയാളെ വിളിച്ചെങ്കിൽ ഇയാൾ വന്നില്ല. ആര്? പരാതിക്കാരൻ. പരാതിക്കാരനെ പിന്നെ വിളിച്ചു, അപ്പോഴും അയാൾ വന്നില്ല. അയാൾ മനഃപൂർവ്വം ഇത് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജോയിന്റ് മീറ്റിംഗ് നടന്നിട്ടില്ല എന്നും പറഞ്ഞിട്ട് കോടതിയിൽ പറഞ്ഞു. പക്ഷെ കോടതി എന്ത് ചെയ്തു? ഈ രേഖകളെല്ലാം ഇങ്ങോട്ട് എടുത്തു. ആ രേഖകളിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചു. എന്നിട്ട് പറഞ്ഞു ഇന്ന ഇന്ന സ്ഥലങ്ങളിലെല്ലാം ജോയിന്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടല്ലോ, ഇത് പിന്നെ നടന്നിട്ടില്ലെന്ന് നിങ്ങൾ പറയുന്നത് എന്താ അർത്ഥമാണ്? കോടതി പോലും തെറ്റിദ്ധരിക്കാനുള്ള യുവന്മാരുടെ ഒരു ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കണേ. എന്നിട്ട് കോടതി എന്ത് പറഞ്ഞു? കോടതി പറഞ്ഞു ഇത് ജോയിന്റ് മീറ്റിംഗ് ആണ് നടന്നത്, ഇത് ജോയിന്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് നടന്നു, അത് ഞങ്ങൾ റദ്ദാക്കുന്നു. വീണ്ടും ഒന്നുകൂടി അന്വേഷിക്കണം. വീണ്ടും ഒന്നുകൂടി അന്വേഷിക്കുന്നില്ല, പരാതിക്കാരനെ. എന്നിട്ട് വേറെ കാര്യം കൂടെ പറഞ്ഞു, ജോയിന്റ് മീറ്റിംഗ് നടത്തുന്നതിന്റെ ഭാഗമായി നിങ്ങൾ പരാതിക്കാരനെ ഒരു എംബരാസിംഗ് സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് പെടുത്തി. അയാൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൊണ്ടുവന്ന് പെടുത്തി. കാരണം അയാളൊരു സാധാരണക്കാരനാണ്, മുമ്പിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ തെറ്റായി പോയി എന്ന് പറഞ്ഞ ആ യോഗം റദ്ദാക്കി. ചീഫ് സെക്രട്ടറിയോ അതിരൂക്ഷമായി വിമർശിച്ചു. അയാളിപ്പോൾ ചീഫ് സെക്രട്ടറിയാണല്ലോ അന്ന്. എന്നിട്ട് അത് റദ്ദാക്കിയിട്ട് രണ്ടാമത് വെക്കാൻ പറഞ്ഞിരിക്കുക. മനസ്സിലായി? ഇപ്പം എന്നിട്ട് ആരോപണങ്ങൾ പുതിയതായിട്ട് അന്വേഷിക്കാനായിട്ട് വിജിലൻസ് ഡയറക്ടറോട് പറഞ്ഞിരിക്കുകയാണ് 3 ആഴ്ചക്കുള്ളിൽ. അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. അതൊരു 4-5 ആരോപണങ്ങൾ വന്നത്. അല്ലാതെ മനോജ് എബ്രഹാം അദ്ദേഹം ആയതുകൊണ്ട് ഒരു നീതിപൂർവമായ അന്വേഷണം പ്രതീക്ഷിക്കാം. 3 ആഴ്ച കഴിഞ്ഞ് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഈ മാതൃകാ പുരുഷൻ എന്നും വെള്ളരിപ്രാവെന്നും വിശുദ്ധൻ എന്നും പറഞ്ഞുകൊണ്ട് ചില മൂട് താങ്ങി, ചില പിട്ടം താങ്ങി മാധ്യമ പ്രവർത്തകർ പൊതുമണ്ഡലത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥൻ കേരളത്തിൻ്റെ പോലീസിൻ്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രേണിയിലെ ഏറ്റവും ആരോപണ വിധേയനും പിന്നെ അഴിമതി ആരോപണ വിധേയനുമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഇതിൽ നിന്ന് വരുന്നത്. ആരോപണ വിധേയനെന്ന് മാത്രം പറയാൻ പറ്റില്ലല്ലോ, പല കാര്യങ്ങളും തെളിവുകളടക്കമല്ലേ പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ആരോപണ വിധേയനെന്ന് പറയാൻ കഴിയും? അതെ എന്ന് പറഞ്ഞാൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തത്ര വിഷയങ്ങൾ തെളിയിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്ന് മാത്രമല്ല, നമുക്ക് പുറത്ത് പറയാൻ പാടില്ലാത്തതുകൊണ്ട് പുറത്ത് പറയാൻ പാടില്ലാത്ത മ്ലേച്ഛമായിട്ടുള്ള, ഹീനമായിട്ടുള്ള, നികൃഷ്ടമായിട്ടുള്ള വിഷയങ്ങളിൽ നിരന്തരം ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അല്ല, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിലാവോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വെളിച്ചത്ത് വരുമ്പോൾ നമ്മൾ കുറച്ചൊരു ജാഗ്രത പാലിക്കും. ഒന്നുകിൽ അതിനൊരു മറ നമ്മൾ ഉണ്ടാക്കും, അതല്ലെങ്കിൽ അതിനെ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷേ ഈ വ്യക്തിയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അദ്ദേഹം വീണ്ടും അതെനിക്ക് തോന്നുന്നു ഈ എന്താണ് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ അതൊരു ഫിസിയോളജിക്കൽ പ്രോബ്ലം ആയിരിക്കും, അഡിക്ഷൻ പോലെ. മനസ്സിലായി? ഇപ്പം മദ്യപാനികൾക്ക് അഡിക്ഷൻ ഉണ്ടാവില്ല, അതുപോലെ ഒരു അഡിക്ഷൻ ആവാം. 2, അയാളുടെ ഒരു ആത്മധൈര്യമാകാം. രാഷ്ട്രീയക്കാരനെ എങ്ങനെ വേണേലും കൈകാര്യം ചെയ്യാം എന്നുള്ള അയാളുടെ ഒരു ആത്മധൈര്യമായിരിക്കാം. പക്ഷേ എന്നെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നീതി നടപ്പാകും എന്നതിൻ്റെ ഉദാഹരണമാണ്. അല്ല, അതാണ് പറഞ്ഞത്, എത്ര ഉയരത്തിൽ പറഞ്ഞാലും താഴെ അതിൻ്റെ ടോമിൻ തച്ചങ്കരി ഏറ്റവും വലിയ ഉദാഹരണമാണ്. ടോമിൻ തച്ചങ്കരി എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തുമാത്രം. ജയറാം പഠിക്കൽ എന്തായിരുന്നു? റോഡിലിട്ട് ജനങ്ങൾ പട്ടി അടിക്കും പോലെ അടിച്ചിട്ട് അവസാനം 60ാമത്തെ വയസ്സിൽ കുടിച്ച് ചെയ്തു പോയ പാവങ്ങളുടെ കുറ്റബോധം കൊണ്ട് ഉരുകി അമിത മദ്യപാനിയുമായി കരൾ ചീഞ്ഞാണ് അയാൾ ചത്തത്. അങ്ങനെ എത്രയോ പേര്. അപ്പോൾ ഏതാണ്ട് അതേ സാഹചര്യത്തിലേക്ക് ഇയാൾ പോകും. ഇയാൾ പീഡിപ്പിച്ച ഒരുപിടി ആളുകളുണ്ട്. അവരോടൊക്കെ ചെയ്തതിന് ഇയാൾക്ക് തിരിച്ചു കിട്ടും. അല്ല, ഒരു കാര്യം കൂടെ നമ്മൾ പറയാതെ പോയി. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 1-ാം പ്രതി. അവിടുത്തെ ഇതിൻ്റെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന ഓഫീസറാണ് ശ്രീജിത്ത് വർഷങ്ങളായിട്ട്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ള കാര്യമൊക്കെ ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ, ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്ത കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുകയും SIT ഇയാളെ ചോദ്യം ചെയ്യാതിരിക്കുക പോലും ചെയ്യുമ്പോൾ അതുകൂടി ഒന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഈ അഴിമതി നടക്കുന്ന സമയത്ത് മുഴുവൻ ശബരിമലയിലെ പോലീസിൻ്റെ ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥൻ ഇയാളായിരുന്നു. ആണല്ലോ, അതിന് സംശയമില്ലല്ലോ. ഇല്ല, അയാളുടെ അറിവോടുകൂടിയല്ലാതെ ഒരു കാരണവശാലും അവിടുന്ന് സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയ കാര്യങ്ങളൊന്നും നടക്കാൻ കഴിയില്ല. ആ സംഭവത്തിലെ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട്
ഏറ്റവും അടുത്ത ബന്ധം നിലനിർത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇയാൾ. അതെ, കാക്കയേട്ടനല്ലല്ലോ അദ്ദേഹത്തിന് അവിടെ സുരക്ഷാ ചുമതല ഏൽപ്പിച്ചിരുന്നത്. അത് സംബന്ധിച്ച് നമ്മൾ SIT പരാതി SIT തൊട്ടില്ല. അതെ, ഇയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ വളരെ എളുപ്പമല്ല. ഒന്ന് CCTV ദൃശ്യങ്ങളില്ല ഇവിടെ. രണ്ട്, ഇയാളുടെ CDRകൾ, ഇയാളുടെ ടെലിഫോൺ കോൾ റെക്കോർഡ്സ് പരിശോധിച്ചാൽ പോലെ. അതെല്ലാം ഇപ്പോൾ പരിശോധനയിൽ വരാൻ പോവുകയാണ്. ഈ പുതിയ വിജിലൻസ് അന്വേഷണത്തിൽ അതെല്ലാം പരിശോധനയിൽ വരാൻ പോവുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാലവും എല്ലാവരെയും വഞ്ചിച്ച് എല്ലാവരെയും സ്വാധീനിച്ച് ഉന്നതങ്ങളിൽ വിരാജിക്കാം എന്നുള്ള ധാരണ നിലനിൽക്കില്ല എന്ന് ഒരു പിടി ആളുകളുടെ കാര്യത്തിൽ. നേരം വെളുക്കില്ല എന്ന് പറയുന്ന വിജയൻ്റെ മുതൽ നേരം വെളുക്കില്ല എന്ന് വിചാരിച്ചിരുന്ന MR അജിക്കോർ, അങ്ങനെ എത്ര ആളുകൾ, ടോമിൻ തച്ചങ്കരി, അതിൽ അവസാന കണ്ണിയായി ഇയാളുടെയും അധ്യായം ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു മനുഷ്യനാണ്, നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതായത് നിയമവിരുദ്ധമില്ലാത്ത എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അതൊക്കെ അനുശാസിച്ചു കൊണ്ടുവേണം നമ്മുടെ ഇവിടെ ജീവിക്കാൻ. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകുമ്പോൾ സാധാരണക്കാർ ഓടിച്ചെല്ലേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ്. ഇത്തരത്തിലുള്ള അഴിമതികളും നമുക്ക് പുറത്ത് പറയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പല പ്രവൃത്തികളും ഒക്കെ കാണിക്കുന്നത്. എന്തായാലും ഈ അദ്ദേഹത്തിൻ്റെ മുൻഗാമികളുടെ ചരിത്രം ഒന്ന് ഓർത്താൽ നല്ലതായിരിക്കും. അത് ഒരുപക്ഷെ ഉണ്ടാകില്ല. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും ആയുഷ്കാലം പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം താൻ മുഖ്യമന്ത്രിയായി ക്ലിഫ് ഹൗസിൽ തന്നെ ഉണ്ടാകുമെന്നാണ് അയാൾ ധരിച്ചിരുന്നത്. പക്ഷേ അയാളുടെ ഇന്നത്തെ അവസ്ഥ ഈ പറയുന്നത് പോലെ കീറ കടലാസാണെങ്കിൽ പോലും ആളുകളുടെ അടുത്തൊന്ന് എന്താണ് അതിലെന്തെങ്കിലും എഴുതാനെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പൊതിയാനെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ കാക്ക കഷ്ടിച്ച് തുടയ്ക്കാനെങ്കിലും പറ്റുമോ എന്ന് നോക്കും. പക്ഷേ ഇത് അതുപോലും വേണ്ടാത്ത കീറക്കടലാസിനേക്കാളും ഗതികെട്ട ഒരു സംഭവമായിട്ട് പിണറായി വിജയൻ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന MR അജിത്കുമാറിൻ്റെ കാര്യവും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് S ശ്രീജിത്തും കളിച്ചത് പലരും അയ്യപ്പനോടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ ഞാൻ ആവർത്തിക്കുന്നു, ഈ ആരൊക്കെ വെറുതെ വിട്ടാലും, ഇനി കോടതിയല്ല, ഭരണകൂടമല്ല, സർക്കാരല്ല, ഇനി ആരൊക്കെ വെറുതെ വിട്ടാലും പ്രപഞ്ചശക്തി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് ഇങ്ങോട്ട് അവരുടെ ഈ പേരിങ്ങോട്ട് എടുത്ത് ലിസ്റ്റൊക്കെ നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് വരുമ്പോൾ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും. എന്തായിരുന്നാലും ഇതൊക്കെ ഓർമ്മയിലിരുന്നാൽ എല്ലാവർക്കും നല്ലത്.